ചെറിയ മടുപ്പ്, അടുത്തിടെയായിട്ട് കുറച്ച് കൂടുതൽ വഴക്ക് അല്ലേ? മൊത്തത്തിൽ രണ്ടുപേരും കൂടെ പഴയതുപോലെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ആ വൈബ് കിട്ടുന്നില്ല, റാപ്പോ പോയി. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം. ഇപ്പൊ രണ്ടുപേര് പരസ്പരം സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ രണ്ടുപേര് ഭയങ്കര ഇഷ്ടത്തിലിരിക്കുന്നവർ പോസിറ്റീവ് ആയിട്ട് മനുഷ്യരാണല്ലോ. അപ്പൊ അവർ നെഗറ്റീവായി ഒടുങ്ങുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠം പറയുവാ. സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്ത് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്നത് പോലെ ശ്രമിക്കണം. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് വഴക്കിടരുത്. 222 റൂൾ എന്ന് പറയുന്നത് ഓരോ 2 ദിവസത്തിലും ഒരു 2 മണിക്കൂറെങ്കിലും, ഇപ്പൊ ഭയങ്കര തിരക്കുള്ള മനുഷ്യരായിരിക്കും സ്വാഭാവികമായിട്ടും, നമ്മൾ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കണം. ഈ പറയുന്നത് നന്നായി പൊക്കോണ്ടിരിക്കുന്നവർക്കിടയിലുള്ളതല്ല. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയില്ലേ, നിങ്ങളൊന്ന് ചെറുതായിട്ട് അകന്ന് തുടങ്ങി തോന്നിയില്ലേ, അവരോട് പ്രപ്പോസ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ്. 2 മണിക്കൂർ 2 ദിവസത്തിലൊരിക്കൽ എന്തായാലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം. 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് പുറത്തു പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഔട്ടിങ് പോകാം. അപ്പൊ ആദ്യം നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒരു 2 മണിക്കൂർ സംസാരിക്കാൻ മാറ്റിവെക്കുന്നു. 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടൊന്ന് പുറത്തു പോകുന്നൊരു കോഫിയോ അല്ലെങ്കിൽ ഫുഡോ ഒക്കെ കഴിക്കാനായിട്ട് ഒരുമിച്ച് പുറത്തു പോകുന്നു. 2 മാസത്തിലൊരിക്കൽ ഒരു ഷോർട്ട് ട്രിപ്പെങ്കിലും, ഒരു കുഞ്ഞു ട്രിപ്പ്, ഒറ്റ ദിവസത്തെ ട്രിപ്പ് മതി. നടന്നത് തന്നെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ നടത്താൻ ശ്രമിച്ചു നോക്കി. ഇതിലിപ്പോ ഈ 2 പേർക്കും ബന്ധം തിരിച്ചു പിടിക്കണമെങ്കിൽ, 2 പേർക്കും പിന്നെയും പരസ്പരം പിരിയാതെ മുമ്പോട്ട് പോകണം എന്നാണെങ്കിൽ 222 റൂളിനേക്കാൾ നല്ലതൊന്നില്ല. ഞാനല്ലേ പറയുന്നേ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്തിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇതിൽ ശരിയായാലോ ശരിയാവും. 222 റൂള് അത് ശ്രമിച്ചു നോക്കിയവരൊക്കെ തിരികെ കുടുംബജീവിതത്തിലേക്ക്, ഇവരുടെ പ്രണയബന്ധങ്ങളിലേക്കൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം ചെയ്യും, നടക്കും. എല്ലാം പഴയതുപോലെ ഉറപ്പായിട്ടും ആവുന്നേ.